ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ. സ്വാമിജിക്ക് പനിയും ചുമയും കാരണം പാണക്കാട്ടെ തക്കാളികളുടെ കൊടും ശാപം. ഞാൻ തക്കാളി എന്ന് പറഞ്ഞിട്ടുള്ളൂ, അതിൻ്റെ യഥാർത്ഥ രൂപം എന്താണെന്നുള്ളത് ആ ഒരു വീഡിയോയുടെ ടൈറ്റിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾക്ക് ഈ ആളെ പിടികിട്ടി കാണുമല്ലോ അല്ലേ? മുസ്ലിങ്ങൾക്ക് വേണ്ടി ഘോരഘോരം സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു ബ്രഹ്മ ബൂമറ, അങ്ങനെ എന്തോ ആണ് ഈ വെട്ടാവളിയുടെ പേര്. ഇയാൾ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഘോരഘോരം സംസാരിച്ച ഒരു വ്യക്തിയാണ്. സംഘികൾക്ക് എഗൻസ്റ്റായിട്ട് സംസാരിച്ചിട്ടുള്ള ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ പല പ്രാവശ്യം ഇദ്ദേഹത്തിൻ്റെ ചില വീഡിയോകളൊക്കെ കാണുമ്പോഴത്തേക്ക് ജെന്യുവിനായിട്ടൊക്കെ നമുക്ക് തോന്നി. അതുകൊണ്ട് നമ്മൾ റിയാക്ഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ തക്കാളി മോൻ ഇപ്പം ഒരു കറതേറുന്ന സംഘിയായി എന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഒരു അപ്ഡേറ്റ്. അപ്പം അതുപോലത്തെ ഒരു മരവാഹനമായിരുന്നു എൻ്റെ പഴയ ഫ്രണ്ടായിരുന്ന ബിനോജ് നായർ എന്ന് പറയുന്ന കാലിൻ്റെ ഇടയിൽ നടന്ന് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന. എന്നെ മിക്കപ്പോഴും വിളിക്കാറുണ്ടായിരുന്നു, ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാറുണ്ടായിരുന്നു. അപ്പം ഇന്ത്യയിൽ നടക്കുന്ന സംഘപരിവാർ ഈ സാധാരണക്കാരോട് കാണിക്കുന്ന അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളോട് കാണിക്കുന്ന അവഗണനയെക്കുറിച്ചിട്ടൊക്കെ ആധികാരികമായിട്ടൊക്കെ നല്ല രീതിയിലൊക്കെ വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. ഒരു 1500-2000 സബ്സ്ക്രൈബേഴ്സ് മാത്രമുള്ളൊരു സമയത്താണ് ഞാനുമായിട്ട് പരിചയപ്പെടുന്നത്. പുള്ളിയുടെ പല ആശയങ്ങളും പുള്ളിയുടെ പല വീഡിയോസും ഞാൻ എൻ്റെ ചാനലിനകത്തിട്ട് റിയാക്ട് ചെയ്യുകയും അതിനുശേഷം പുള്ളിക്ക് ഒരുപാട് ആളുകൾ പുള്ളിയുടെ യൂട്യൂബ് ചാനലിനകത്ത് പോയി സബ്സ്ക്രൈബ് ചെയ്യുകയും 100K സബ്സ്ക്രൈബൊക്കെ ആയി. പിന്നീട് ഇപ്പം മലക്കം മറിഞ്ഞ്, അതായത് ഈ രണ്ട് വാഴകളും സംഘപരിവാറിൻ്റെ ആസനം താങ്ങുന്നവരായി മാറി എന്നുള്ളതാണ്. അവൻ്റെ ചാനലിനകത്തുള്ള സകലമാന സംഘപരിവാറിനെതിരെ പറഞ്ഞിട്ടുള്ള എല്ലാ വീഡിയോസും ഡിലീറ്റ് ചെയ്ത് ദൂരെ കളഞ്ഞിട്ടുണ്ട് ഈ ബിനോജ് നായർ എന്ന് പറയുന്ന ആ ഒരു കൊണാണ്ടർ. ഇവനെ ഞാൻ വിളിക്കാനൊക്കെ ശ്രമിച്ചു, പക്ഷെ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. എന്താണെങ്കിലും നമ്മുടെ ഈ ബ്രഹ്മ ബൂമർ എന്ന് പറയുന്ന ഈ പരമ ഊള എന്ന് വേണമെങ്കിൽ നമുക്ക് ഇവനെ വിളിക്കാം. നല്ലത് ആര് പറഞ്ഞാലും, അത് സംഖ്യ പറഞ്ഞാലും അത് നല്ലതെന്ന് തന്നെ നമ്മൾ പറയും. പക്ഷേ തെമ്മാടിത്തരവും തെണ്ടിത്തരവും പറഞ്ഞു വന്നു കഴിഞ്ഞാൽ അതിന് അതേ നാണയത്തിൽ തന്നെ മറുപടി കൊടുക്കേണ്ടിയും വരും. എന്തായാലും ഇപ്പോൾ സംഘപരിവാറിന് വേണ്ടി കൊണയടിച്ചുകൊണ്ടിരിക്കുന്ന ഈ വേട്ടാവളിയൻ ഇവനൊരു സ്വാമിയല്ല, ആസാമിയാണെന്നുള്ളത് ഇപ്പം മനസ്സിലായി. കാരണം മുസ്ലിങ്ങളെ പൊക്കിയടിച്ച് മുസ്ലിങ്ങൾക്ക് വേണ്ടി ഘോരഘോരം ഈ ചാനലിനകത്ത് ഇരുന്നുകൊണ്ട് കുരച്ചതുകൊണ്ട് ഈ മുസ്ലിങ്ങളെല്ലാം കൂടെ ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് അറിയുന്നത്. ഇവന് വീട് വെക്കാൻ വേണ്ടി മുസ്ലിം സമൂഹത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളാണ് പൈസ കൊടുത്തതെന്നൊക്കെയാണ് അറിയുന്നത്. അതിൻ്റെ ഇതിൽ വീടൊക്കെ വെച്ചു. ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല, ചാനലൊക്കെ നല്ല രീതിയിലൊക്കെ പോകുന്നുണ്ട്. അപ്പം കുറച്ച് ഒന്ന് മാറി ചിന്തിച്ചാലോ എന്ന് ഈ വെട്ടാവളിന് തോന്നിപ്പോയി. അതായത് ഈ ചെറുപ്പത്തിൽ കിട്ടുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഏതാ മറ്റേ ശാഖയെന്ന് കിട്ടുന്നത്, അത് എപ്പോഴെങ്കിലും ഒക്കെ തികട്ടി പുറത്തേക്ക് വരും. അപ്പൊ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് കരിയാപ്പല പോലെ എടുത്തങ്ങ് മാറ്റി, എടാ നിന്റെ ഒന്നും സർട്ടിഫിക്കറ്റ് ഒന്നും ഇവിടുത്തെ മുസ്ലിം സമൂഹത്തിന് ആവശ്യമില്ല, നീയൊക്കെ ഇനി മുസ്ലിങ്ങളെ കുറിച്ച് നല്ലത് പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും ഇവിടെ ഒരു രോമം പോലും പൊഴിയാൻ പോകുന്നില്ല. കാരണം 100 വർഷമായാലുള്ള നിന്റെയൊക്കെ ഇനങ്ങൾ കിടന്നിട്ട് ഈ നാട്ടിൽ കിടന്നുകൊണ്ട് പറപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പറപ്പിക്കലൊക്കെ ഒരു പരിധി വരെ ഉണ്ടാകത്തുള്ളൂ. കാരണം ഇതിനൊക്കെ ചെറുത്ത് തോൽപ്പിക്കാനായിട്ടുള്ള നല്ല ഉഷിരുള്ള നല്ല ആൺകുട്ടികൾ നമ്മുടെ ഈ നാട്ടിലുണ്ട്. എന്നാൽ ഇതിന് കൃത്യമായിട്ടുള്ളൊരു മറുപടി നമ്മുടെ ഷെഫീന താത്ത കൊടുക്കുന്നുണ്ട്. കാരണം ഇവനെപ്പോലുള്ള വേട്ടാവളിയന്മാർക്കൊക്കെ മറുപടി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ പെൺപുലി തന്നെ വേണം. അപ്പൊ അതൊന്ന് കേട്ടു നോക്കിക്കോളൂ. ബ്രഹ്മ കൊഞ്ഞാണന്റെ ഒരു വീഡിയോ എനിക്ക് ഫോർവേഡഡ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ചുമ്മാ കയറി അങ്ങോട്ട് നോക്കിയപ്പോൾ ശിവ എന്താണ് നോം ഈ കാണുന്നത്? രമേശൻ നായരുടെ റിയൽ സ്വരൂപത്തിലേക്ക് രമേശൻ നോവൻ പരിണമിച്ചിരിക്കുന്നു ഗൈസ്. നല്ല ഫസ്റ്റ് ക്ലാസ് സംഖ്യയായി മാറിയിരിക്കുകയാണ് പുള്ളിക്കാരൻ. പ്പെട്ട ഒരുത്താണ് എനിക്കിത് കൊണ്ടുവന്നിട്ട് തന്നത്. നിങ്ങളിത് കണ്ടോ, ഞാൻ പറയണ കണ്ടോ, ഞാനും പൈസ അയച്ചു കൊടുത്തിട്ടുണ്ട് ഇയാൾക്ക് വീട് വെക്കാനായിട്ട്. എന്നിട്ട് ഈ അവിടെ ഇരുന്നുകൊണ്ട് നമ്മളെയൊക്കെ തെറി വിളിക്കുന്ന കേൾക്കുന്നില്ലേ, ഒരു മറുപടി കൊടുക്കുമെന്ന് ചോദിച്ചത് കൊണ്ട് മാത്രം എടുക്കുന്നതാണ് കേട്ടോ വീഡിയോ. തീർച്ചയായിട്ടും ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്യും. ഈ ഒരൊറ്റ വീഡിയോടെ ഞാൻ നിർത്തിയെന്ന് നീ വിചാരിക്കണം. നിന്നെ ഞാൻ ടാർഗറ്റ് ചെയ്ത് തരുന്ന നമ്മൾ അടുത്ത ടാർഗറ്റിലേക്ക് നീങ്ങിയിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ അടുത്ത ടാർഗറ്റ് ബ്രഹ്മ കൊഞ്ഞാണൻ. രമേശൻ നായരെന്നാണ് അവന്റെ പേരെന്നാണ് എന്റെ ഒരു അറിവ്. ഇവൻ പണ്ട് ഫിനയിൽ അങ്ങാണ്ട് വിറ്റുകൊണ്ട് കിടന്നിരുന്ന അൽക്കൂസ് ആയിരുന്നു. ഇവന് വീട് വെക്കാൻ വേണ്ടിയിട്ട് മുസ്ലിങ്ങളെല്ലാം കാലി പിടിച്ച്, അന്ന് വെറും വീട് വെപ്പല്ല, ഇവനെ വിദേശത്ത് കൊണ്ടുപോകുന്നു, ദുബായിൽ കൊണ്ടുപോകുന്നു. പാണക്കാട് തങ്ങൾക്ക് അത് വേണമെന്ന് എനിക്ക് പറയാനുള്ളൂ. കാണക്കായി പോയി കിട്ടണം കണ്ട് മതിയായില്ലേ, നിറഞ്ഞില്ലേ, വയറങ്ങട് നിറഞ്ഞില്ലേ. ഒരു കാര്യം മനസ്സിലാക്കുക, ഞാൻ ഇസ്ലാമിയരോടാണ് പറയുന്നത്. നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ പറയുക, ശക്തമായി വ്യക്തമായി. അത്യാവശ്യത്തിൽ കൂടുതൽ എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് കൊടുത്ത് അവരെ കൊണ്ട് പറയിക്കുക. വല്ലവരെയും കൊണ്ട് പറയിച്ചാൽ ഇതൊക്കെ ഉണ്ടാവും. ചരിത്രം പഠിപ്പിക്കുക. ചരിത്രം പഠിച്ചാൽ മാത്രം മതിയാകും. നിങ്ങൾ ഒന്നും പറയണ്ട. ചരിത്രത്തിലുണ്ട് കാര്യങ്ങൾ, എന്താണ് ഏതാണെന്ന് കൃത്യമുണ്ട്. ലീഗിനെ പറ്റിയിട്ടായിരുന്നാലും ഇനി മുസ്ലിങ്ങളെ പറ്റിയിട്ടായിരുന്നാലും ചരിത്രബോധമുള്ള ഒരാൾക്ക് ഈ പറയുന്ന രീതിയിൽ വ്യക്തിത്വം ഇല്ലാതെ, വ്യക്തതയില്ലാതെ മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോഴത്തെ കുട്ടികളായിരുന്നാലും ഇടയ്ക്ക് വന്ന സംഘികൾ കൊണ്ടുവന്ന് ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ട മനുഷ്യരായിരുന്നാലും ശരി, അവർക്ക് ചരിത്രം പറഞ്ഞു കൊടുത്താൽ മാത്രം തീരാവുന്ന കഴപ്പേ ഉള്ളൂ വെറ്റെളുക്ക്. അത് മനസ്സിലാക്കുക. ഹിന്ദു മതവിശ്വാസികൾ നമ്മുടെ ശത്രുക്കളല്ല.
ഇവർ ടാർഗറ്റ് ചെയ്യുന്ന രണ്ട് പേര്, ഒന്ന് ഇസ്ലാമിയരും, രണ്ട് ഈഴവ കമ്മ്യൂണിറ്റിയുമാണ്. ശ്രീനാരായണ ഗുരുവിന്റെ കമ്മ്യൂണിറ്റി. ഈഴവാസ് എന്ന് പറയുന്നത് ഇവിടെയുള്ള ഏറ്റവും നല്ല എഡ്യൂക്കേറ്റഡ് ആൾക്കാരാണ്. അതിൽ ഞാൻ പറയുന്ന ഇപ്പൊ വൈദ്യന്മാരുണ്ടല്ലോ, ഡോക്ടേഴ്സ്, നമുക്കിപ്പോ ഡോക്ടേഴ്സ്, അന്ന് വൈദ്യന്മാർ, നിങ്ങൾ ലിസ്റ്റ് എടുത്ത് നോക്ക്. ഏറ്റവും കൂടുതൽ വൈദ്യന്മാരുണ്ടെന്ന് പറയുന്നത് ഈഴവ കമ്മ്യൂണിറ്റിയിലാണ്. എഡ്യൂക്കേറ്റഡ് ഫെലോസ്, ഡോക്ടർ പൽപ്പു തൊട്ട് ഇങ്ങേറ്റം സർവത്ര ആൾക്കാരെയും എടുത്താൽ മോസ്റ്റ്ലി എഡ്യൂക്കേറ്റഡ് പീപ്പിൾ അവരാണ്. നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുന്നു. ഞങ്ങളെ മാർഗത്തിലേക്ക് നയിക്കണമേ. നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലേക്ക് നയിക്കണമേ. എന്റെ കോപത്തിൽ പാത്രമായവരുടെ വഴിപിഴച്ചവരുടെ അവരുടെ മാർഗത്തിലേക്കല്ല. എന്റെ 65 വയസ്സ് ഉണ്ടായിരിക്കുമ്പോൾ ഇത്രയും കാലം ഇതുവരെയും തുറന്നു പറയാത്ത കാര്യം, ഒരു സ്ഥലത്ത് വെച്ച് തുറന്നു പറയാത്ത കാര്യം, എന്നെ നിങ്ങൾ സഹായിക്കണം. എന്നെ നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ, നിങ്ങളെ വീടിന്റെ ജനാലയ്ക്കും അവിടെ ഇവിടെ കിട്ടുന്ന പൈസയ്ക്ക് ഉണ്ടല്ലോ, അതൊക്കെ എടുത്ത് നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ എന്നെ സഹായിക്കുകയാണെങ്കിൽ എനിക്ക് എന്റെ ആറടി മണ്ണ്, എന്റെ സ്വന്തം ആറടി മണ്ണ്. അപ്പൊ ഇയാള് ഇത് മുസ്ലിംസ് ആയ ആൾക്കാരോട് റിക്വസ്റ്റ് ചെയ്യുന്നതാണ്, പൊതുസമൂഹത്തിനോടല്ല, മുസ്ലിംസിനോടാണ്. ഒരു പരിണിത ഫലം പോലെ അവർ തന്നെ കാശിട്ട് ഇയാൾക്ക് ഒരു വീട് വെച്ചു കൊടുത്തു. വീട് സെറ്റ് അയാൾ കൂടുന്ന വീടിന് പറയുന്നത്, അതൊക്കെ സത്യമാണ്. അതൊക്കെ ഹാരിസ് മൈനി പറയുന്നത് കറക്റ്റാണ്. വീടുണ്ടാക്കി കൊടുത്തു. എന്റെ വീട് എന്നതിലുപരി നമ്മളുടെ വീട് ആണെന്നുള്ള സത്യമാണല്ലോ. അതൊരു ഭംഗിവാക്കല്ലല്ലോ വാസ്തവത്തില്. കൂടുതലായിട്ടൊന്നും ഇപ്പൊ പറയുന്നില്ല. അപ്പോ നിങ്ങൾ എനിക്ക് സമ്മാനിച്ച് സ്വാമിജിയുടെ കൂടെ ഇതാണ്. നന്ദി നിങ്ങൾ ആരോടും പറയുന്നില്ല. നന്ദി ആരോട് ചൊല്ലേണ്ടും എന്നൊരു ചോദ്യം, വലിയൊരു ചോദ്യം ഉണ്ടല്ലോ നമ്മുടെ നാട്ടില്. എല്ലാ നന്ദിയും അവങ്കലേക്ക്, എല്ലാ നന്ദിയും പരമകാരുണികനായിട്ടുള്ള അള്ളാഹുവിന് സമർപ്പിക്കുന്നു. ഈ ഒരു പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്നേ, എല്ലാ നന്ദിയും പരമകാരുണികനായ അള്ളാഹുവിലേക്ക്. ഈ അള്ളാഹു എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ ദൈവമാണല്ലോ, ഒരു കാരണവശാലും മറ്റു കമ്മ്യൂണിറ്റിയുടെ അല്ല. അപ്പം അവൻ നന്ദി പറഞ്ഞത് പടച്ചവന്റെ അടുത്താണെങ്കിൽ പടച്ചവൻ കൊടുത്തതാണ്, പടച്ചവനെ വിശ്വസിക്കുന്നവർ കൊടുത്തത് തന്നെയാണ്. അപ്പൊ ഉറപ്പിച്ചേ. മുസ്ലിം നാമധാരികളായിട്ടുള്ള മുറിയണ്ടികൾ ഒരാളെ പോലും ചില്ലിക്കാശേക്ക് നോക്കിയിട്ടില്ല. കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് വളഞ്ഞിട്ട് ആക്രമിക്കുന്ന കാലമുണ്ടായി. ഈ കൊറോണ കാലത്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്. കൊറോണ കാലഘട്ടത്തില് തബ്ലീഗുകാരാണ് പടർത്തിയെന്ന് പറഞ്ഞാൽ ഉടനെ തട്ടല് കിട്ടിയിട്ടുണ്ട്. അവര് കൊറോണ ബാധിച്ചാൽ തുപ്പി ആഹാരം കൊടുത്തിട്ട് ഇവരെ മറ്റെല്ലാവരും നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അത് പറഞ്ഞു പടർത്തി, ഒരു മന്ത്രി പടർത്തി. ഇവിടെ കൊറോണ പടർത്തിയ മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞു. ഡൽഹിയിലുള്ള ഒരു മീറ്റിംഗിലേക്കാണ് ഈ സാധനം കൊണ്ടുവന്നത്, അവിടെയാണ് പടർത്തിയതെന്ന് പറഞ്ഞു. മനഃപൂർവ്വം ആസൂത്രിതമായിട്ടാണ് പറഞ്ഞു. പിന്നീട് തൊട്ടതെ പിടിച്ച് ജിഹാദ് 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 എന്ന് പറഞ്ഞ് അവരെ വിഷമിപ്പിച്ചു. ഖലാലിന്റെ പേരും പറഞ്ഞു. ഇവിടെ കടകൾ തുറന്നു. ഞങ്ങളുടെ കടയിലുള്ള നോൺ ഖലാലാണ്. ഖലാലിന്റെ ബോർഡുകൾ വലിച്ചത്, അതിന്റെ പേരിൽ ഒരുപാട് സമ്മർദ്ദങ്ങൾ, മാനസിക സംഘർഷങ്ങൾ ഇവിടുത്തെ മുസ്ലിം സമുദായം അനുഭവിച്ചിട്ടുണ്ട്. തുപ്പി നൽകുന്ന ആഹാരം, തുപ്പല്, അത് പറഞ്ഞിട്ടുണ്ട്. ഈ രീതിയിലുള്ള പദങ്ങൾ ഉപയോഗിച്ച് ജിഹാദ്, ഹലാല്, തുപ്പല്, തീവ്രവാദികള്, ഇത്തരം പദങ്ങൾ ഉപയോഗിച്ച് ഇസ്ലാമോഫോബിയ പടർത്തി മുസ്ലിങ്ങൾ അധിക്ഷേപിക്കുവാനും അവരെ നിർദ്ദിഷ്ട ജീവികളാക്കി സമൂഹം അവതരിപ്പിക്കാനുള്ള വലിയ ശ്രമങ്ങൾ നടന്നു. ഇപ്പോൾ ആ ശ്രമം നടക്കുന്നുണ്ട്, ഇല്ലെന്നല്ല. അന്ന് മനസ്സും തനസ്സും ഒപ്പം ധനവും മറന്നുകൊണ്ട്, എന്റെ സ്വന്തക്കാരെയും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും മറന്നുകൊണ്ട് ഞാൻ ഈ സമുദായത്തെ നല്ല മനസ്സോട് കൂടിയിട്ടാണ് സേവിച്ചത്. അതായത് ഇസ്ലാമിക സമുദായത്തിനെ അവൻ സേവിച്ചു, അതിന്റെ പ്രതിഫലമായിട്ടാണ് നിങ്ങൾ ഈ വീട് കൊടുത്തതെന്നാണ് പുള്ളി പറഞ്ഞു വരുന്നത്. പ്രശ്നം എന്താണെന്നറിയാമോ? പുള്ളിക്ക് വീട് കിട്ടി, അത്യാവശ്യം ഫണ്ടും കിട്ടി, ഇപ്പൊ ഒരു ചാനലുണ്ട്, അതുമായിട്ട് മുന്നോട്ട് പോകാം. ഇനി സംഗീസം പറഞ്ഞു കഴിഞ്ഞാൽ സംഘികൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും. സംഗീസം പറയുന്നവർക്കാണ് വാല്യൂ. ഏതായാലും മുസ്ലിങ്ങളെ ഒരുപാട് അങ്ങോട്ട് സൂയിപ്പിച്ച് അങ്ങോട്ട് പൊക്കി അടിച്ചങ്ങോട്ട് വാനോളം പുകഴ്ത്തി അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഇപ്പൊ അവസാനം നേരെ ഒറ്റ ഡിഡീം. ഇതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഇവനെപ്പോലുള്ള മരവാഴകൾക്ക് ഈ സമൂഹം നല്ല രീതിയിൽ സഹായം കൊടുത്തിട്ടുള്ളത്. ഇവനെ വിദേശ രാജ്യങ്ങളിലൊക്കെ കൊണ്ടുപോയിട്ടുള്ളത് KMCC എന്ന് പറയുന്ന സംഘടനയൊക്കെയാണ്. ഒരുപാട് വിദേശ രാജ്യങ്ങളിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്, അവിടെ പോയി പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പൊ തലയ്ക്കകത്ത് എന്താണ് എന്നുള്ളത് ഇപ്പൊ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ സമൂഹത്തിൽ വെറുക്കപ്പെടുന്ന വൃത്തികെട്ട സകലമാന സംഖ്യോളികളെയും മുസ്ലിം നാമധാരികളായിട്ടുള്ള മതമില്ലെന്ന് പറഞ്ഞ് നടക്കുന്ന കുറെ മരപ്പട്ടികളുണ്ടല്ലോ, അതായത് ഈ സെപ്റ്റിക് ടാങ്കിലെ കീടാണുമായിട്ടുള്ള ഹുസൈൻ്റെ ഇനത്തിൽപ്പെട്ടിട്ടുള്ള കുറെ സാമാനങ്ങൾ, ഇവനെയൊക്കെ ഇപ്പോൾ പൊക്കി എടുത്തുകൊണ്ട് വന്നിട്ട് ഇവിടെ ജിഹാദികൾ ഇവരെ വേട്ടയാടും എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ കുറേ വീഡിയോസൊക്കെ ഇവൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ വീഡിയോയ്ക്കൊന്നും വലിയ വ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല. അത് ആളുകൾ അങ്ങോട്ട് വെറുത്തു എന്നുള്ളത്. അപ്പം ഇതുപോലുള്ള കീടാണുക്കളെയൊക്കെ ഈ കേരളത്തിലെ പൊതുസമൂഹം വെറുക്കും അവനെയൊക്കെ വെറുത്ത് ഇവനെയൊക്കെ ചാണാക്കുഴിയിൽ തന്നെ ചവിട്ടി താഴ്ത്തണം. അതാണ് നമ്മൾ ചെയ്യേണ്ടതും. എന്നാലും നമ്മുടെ ഷെഫീന നല്ല മറുപടി ഇവന് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനൊന്നും അല്ല ഷെഫീന സാധാരണ മറുപടി കൊടുക്കാറുള്ളത്. ഇതിനെപ്പോലുള്ള തീട്ടങ്ങൾക്കൊക്കെ ഇതിലും രൂക്ഷമായ ഭാഷയിൽ വേണം വിമർശിക്കേണ്ടത്. എന്തായാലും നമ്മൾ ഒരു വരവും കൂടി വരും. ഇവന്റെ കുറച്ച് വീഡിയോസ് ഞാനൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് അടുത്തൊരു വീഡിയോയിൽ ഇവന്റെ ഈ സംഗീസം എന്താണ് എന്നുള്ളത്
ഞാൻ വ്യക്തമാക്കി തരുന്നതായിരിക്കും. അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇനി നിങ്ങൾക്ക് കൊടുക്കാനുള്ളത് ഇവൻ്റെ അണ്ണാക്കിലടിച്ച മറുപടി മാത്രമാണ്. അത് കൃത്യമായിട്ട് നിങ്ങൾ കൊടുക്കും എന്നെനിക്കറിയാം. അപ്പോൾ അടുത്തൊരു വീഡിയോ നമ്മൾ വീണ്ടും കാണും. അതുവരേക്കും എല്ലാവർക്കും